ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായി അയച്ചപ്പോൾ അവർ വലിയ ആവേശത്തോടെയാണ് തിരികെ വന്നത്. അവർ പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ലൂക്കോസ് 10:17. അത്ഭുതങ്ങൾ സംഭവിച്ചു. രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ദുഷ്ടാത്മാക്കൾ പുറത്തുപോയി. ഇതൊക്കെ ഒരു ശുശ്രൂഷകന്റെ കാഴ്ചപ്പാടിൽ വൻ വിജയങ്ങളാണ്. എന്നാൽ കർത്താവിൻ്റെ മറുപടി വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. കർത്താവ് പറഞ്ഞു, എങ്കിലും ആത്മാക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ സന്തോഷിക്കാതെ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിപ്പിൻ. എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? കാരണം അത്ഭുതങ്ങൾ ഒരു പരിധിവരെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ രക്ഷ നമ്മുടെ ദൈവ ബന്ധവുമായി ബന്ധപ്പെട്ടതാണ്. അത്ഭുതങ്ങൾ ഒരു ദിവസം ഉണ്ടാകാം, മറ്റൊരു ദിവസം ഉണ്ടാകാതിരുന്നേക്കാം. ശുശ്രൂഷയിൽ വിജയവും പരാജയവുമൊക്കെ മാറി മാറി വരാം. ജനങ്ങളുടെ പ്രശംസ ഇന്നുണ്ടാകും, നാളെ ഇല്ലാതെ ആയേക്കാം. എന്നാൽ ദൈവവുമായുള്ള ആത്മബന്ധവും നിത്യജീവന്റെ ഉറപ്പും ഒരിക്കലും നഷ്ടമാകാത്ത നിധിയാണ്. അത്ഭുതങ്ങൾ ചിലപ്പോൾ അഹങ്കാരത്തിലേക്ക് നയിച്ചേക്കാം. ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന ചിന്ത മനസ്സിൽ കടന്നു വരുവാൻ അത് കാരണമാക്കിയേക്കാം. എന്നാൽ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം വിനയത്തിലേക്ക് നയിക്കും. കാരണം അത് നമ്മുടെ യോഗ്യതയുടെ ഫലമല്ല, ദൈവ കൃപയുടെ സമ്മാനമാണ്. അത്ഭുതങ്ങൾ മനുഷ്യരുടെ കണ്ണിൽ നമ്മെ വലിയവരാക്കിയേക്കാം. എന്നാൽ രക്ഷ ദൈവസന്നിധിയിൽ നമ്മെ നന്ദിയുള്ളവരാക്കും. യേശു ശിഷ്യന്മാരെ ഒരു വലിയ സത്യം പഠിപ്പിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ദാനങ്ങളെക്കാൾ ദാതാവിനെ സ്നേഹിക്കുക. ചിലർ ദൈവത്തെ അന്വേഷിക്കുന്നത് അനുഗ്രഹങ്ങൾക്കു വേണ്ടി മാത്രമാണ്. രോഗസൗഖ്യം, സാമ്പത്തിക അനുഗ്രഹം, അത്ഭുതകരമായ ഇടപെടലുകൾ ഇവയൊക്കെ ലഭിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നതിലല്ല, നിങ്ങൾ എൻ്റേതാണ് എന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. എന്താണ് ഈ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുക എന്നതിൻ്റെ അർത്ഥം? ദൈവം നമ്മെ അറിയുന്നു, സ്വീകരിക്കുന്നു, തൻ്റെ മക്കളായി അംഗീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുക എന്നത്. ലോകത്തിലെ എല്ലാ വിജയങ്ങളും ഒരു ദിവസം അവസാനിക്കും. അത്ഭുതങ്ങളുടെ ഓർമ്മകൾ മങ്ങിപ്പോകും. മനുഷ്യരുടെ കയ്യടികൾ നിശബ്ദമാകും. എന്നാൽ ദൈവത്തിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പേര് നിത്യതയുടെ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ഒരു ആത്മപരിശോധന വളരെ ആവശ്യമാണ്. എന്താണത്? നമ്മുടെ സന്തോഷം എവിടെയാണ്? ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിലാണോ അതോ
ദൈവത്തിൽ തന്നെയാണോ? ശുശ്രൂഷയിലെ വിജയങ്ങളിലാണോ അതോ രക്ഷയുടെ ഉറപ്പിലാണോ? കർത്താവിൻ്റെ വാക്കുകൾ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ അത്ഭുതം ഭൂതങ്ങളെ പുറത്താക്കുന്നതല്ല, ഒരു പാപി ദൈവ കൃപയാൽ രക്ഷിക്കപ്പെടുന്നതാണ്. ഏറ്റവും വലിയ നേട്ടം ലോകം നമ്മെ അറിയുന്നതിലല്ല, അംഗീകാരങ്ങൾ ലഭിക്കുന്നതിലുമല്ല, സ്വർഗം നമ്മുടെ പേര് അറിയുന്നതിലാണ്. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. ഇന്ന് അവിടുന്ന് ഞങ്ങളുടെ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ഉയർത്തേണമേ. കർത്താവേ, അവിടുന്ന് തരുന്ന അനുഗ്രഹങ്ങളെക്കാൾ നിന്നെ സ്നേഹിക്കാനും നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കാൾ നിന്നെ വിലമതിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ ശക്തിയാൽ ഞങ്ങളുടെ ശുശ്രൂഷ വിജയിക്കുമ്പോൾ അഹങ്കരിക്കാതിരിക്കാനും പരാജയപ്പെടുമ്പോൾ നിരാശപ്പെടാതിരിക്കാനും നാഥ ഞങ്ങളുടെ മനസ്സിനെ കാത്തുകൊള്ളണമേ. മനുഷ്യരുടെ കയ്യടികളിൽ, വ്യാജ പ്രശംസകളിൽ ഞങ്ങളുടെ മൂല്യം അന്വേഷിക്കാതെ ഞാൻ നിന്റേതാണ് എന്ന സത്യത്തിൽ ഞങ്ങളുടെ മനസ്സ് വിശ്രമിക്കുവാൻ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം അവിടുത്തെ കൃപയ്ക്ക് കീഴടങ്ങുന്നതും ഞങ്ങളുടെ ജീവിതം അവിടുത്തെ സ്നേഹത്താൽ പുതുക്കപ്പെടുന്നതും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാകട്ടെ. ഒരു നാൾ ഞങ്ങളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഈ ലോകത്തിലെ എല്ലാ ശബ്ദങ്ങളും നിശബ്ദമാകുമ്പോഴും ഞങ്ങളുടെ പേര് അവിടുത്തെ സന്നിധിയിൽ അറിയപ്പെടുന്നു എന്ന പ്രത്യാശയിൽ തളർന്നു പോകാതെ ഉറച്ചു നിൽക്കാൻ സഹായിക്കണമേ. കർത്താവേ, അവിടുത്തെ ദാനങ്ങളെക്കാൾ ദാനങ്ങളുടെ ദാതാവായ അങ്ങയിൽ സന്തോഷം കണ്ടെത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും അത്ഭുതവും ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാണ് എന്നത് മാത്രമായിരിക്കട്ടെ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.